മറ്റു വാർത്തകൾ നോക്കാം. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്കില്ല എന്ന പിണറായി വിജയന്റെ ഏകപക്ഷീയ നിലപാട് തള്ളുകയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഉപനേതാവ് വിഷയത്തിൽ CPIയുമായി ഇനിയും ചർച്ച നടത്തുമെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷ ഉപനേതൃത്വ പദവി CPM വഹിച്ചിരുന്ന ഒരു പദവിയാണ്. CPI ഒരു പുതിയ ആവശ്യം ഉന്നയിച്ചു. എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരസ്പര കൂടിയാലോചനയോടെ പരിഹരിക്കുക എന്നുള്ളതാണ്. പരസ്പര ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ മുന്നണിക്കകത്തുള്ള എല്ലാ പാർട്ടികളെയും യോജിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ ശ്രമമാണ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുള്ളത്. തുടർന്നും ആ ശ്രമം ഞാൻ ഈ കാര്യത്തിൽ നടത്തി മുമ്പോട്ട് പോകും. CPIM ദേശീയ നേതൃത്വവും പിണറായിയുടെ അഭിപ്രായം തള്ളി. പദവി CPIക്ക് കൊടുക്കണമെന്ന അഭിപ്രായം ഇല്ലെങ്കിലും അത് പറയേണ്ട രീതി വേറെയാണ് എന്ന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. രാഹീസ് റഷീദും നോബിൾ മാരിക്കാരനും വിവരങ്ങളുമായി ചേരുകയാണ്. രാഹീസിലേക്കാണ് പോകുന്നത്. രാഹീസ്, TP രാമകൃഷ്ണൻ പറയുന്നത് ഞാൻ അതുമായി മുന്നോട്ട് പോകും എന്നതാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ടതും അതിൽ നിലപാട് അറിയിക്കേണ്ടതും LDF കൺവീനർ തന്നെയാണ്. അദ്ദേഹം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ നടത്തുന്ന പ്രതികരണങ്ങളാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ഉറപ്പായും മാധു, അങ്ങനെയാണ്. കാരണം LDFിനകത്തൊരു വിഷയം വരുമ്പോൾ അതിനകത്ത് അവസാന വാക്കു പറയേണ്ട ആൾ ടെക്നിക്കലി LDF കൺവീനറാണ്. പക്ഷേ LDF കൺവീനർ ഇതുമായി ബന്ധപ്പെട്ട് CPIയുമായി പലവട്ടം പലതവണ പലതരത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് CPIഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് ആ ഉപനേതാവ് പദവി CPIക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ CPIഎമ്മിന്റെ പ്രതിനിധിയായിരിക്കും വരിക എന്ന് മാത്രമല്ല, അത് കത്ത് സ്പീക്കർക്ക് കൊടുക്കേണ്ട ആൾ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഞാൻ ആ കത്ത് കൊടുക്കും എന്ന് പറഞ്ഞതോടുകൂടിയാണ് CPI ഈ കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ പല വിധേനെ ഉണ്ടാക്കിയത്. അത് CPI ഏത് തരത്തിൽ പോയിട്ടാണെങ്കിൽ പോലും ഉപനേതാവ് പദവി വാങ്ങിയെടുക്കുമെന്നതാണ് ആ പാർട്ടിയുടെ നിലപാട്. അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ പൊതുവായി ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി നിയമസഭാ സമ്മേളനം വരുമ്പോൾ പ്രത്യേക ബ്ലോക്കായിരിക്കാനൊക്കെ CPI തീരുമാനിച്ച ഒരു പശ്ചാത്തലത്തിലാണ് LDF കൺവീനർ പിണറായി വിജയൻ പറഞ്ഞതിന് മറിച്ചൊരു വാക്ക് ഇന്ന് പറയുന്നത് കണ്ട്. പിണറായിയുടെ വാക്കനുസരിച്ച് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിന് തൊട്ടു മുമ്പത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി ആ ചാപ്റ്റർ ക്ലോസ് ആയി എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ചാപ്റ്റർ ക്ലോസ് അല്ല, അത് ഓപ്പണായി കിടക്കുകയാണ്. ഇനിയും അതിനകത്ത് ചർച്ച ചെയ്യാൻ നിരവധി കാര്യങ്ങളുണ്ട് എന്ന കാര്യമാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. TP രാമകൃഷ്ണൻ പറഞ്ഞത് സ്വാഗതം ചെയ്ത് ബിനോയ് വിശ്വം രംഗത്ത് വന്നു. TP രാമകൃഷ്ണൻ പറഞ്ഞതാണ് LDFിന്റെ ഭാഷ, അതാണ് LDFിന്റെ സംസ്കാരം എന്ന് പറഞ്ഞ് ആ പറയുമ്പോൾ തന്നെ പിണറായി വിജയന് ഒരു കൊട്ടു കൊടുക്കാൻ ബിനോയ് വിശ്വം ശ്രമിച്ചിട്ടുമുണ്ട്. രാഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയതൊപ്പം നോബിൾ മാരിക്കാരൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. നോബിൾ, ഈ കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഐക്യത്തിന് തടസ്സം വെക്കുന്ന നിലപാടാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ രണ്ട് പ്രസ്താവനകളിലൂടെയും എന്ന വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുമുണ്ടോ? മാധു, CPIഎമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിനും അതേ നിലപാട് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കടുത്ത അതൃപ്തിയിലുമാണ് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഉള്ളത്. കാരണം അനവസരത്തിലായി പോയി പിണറായി വിജയന്റെ പ്രസ്താവന എന്താണ് വിലയിരുത്തപ്പെടുന്നത്. CPIയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട്. അതിനിടയിൽ ഒരു പരസ്യ പ്രതികരണം നടത്തി ഇതിൽ കൂടുതൽ CPI പ്രകോപിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുമാത്രമല്ല, D രാജ അടക്കമുള്ള ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നു. പ്രതിപക്ഷ ഐക്യം എന്നതിനപ്പുറം ഇടത് പാർട്ടികളുടെ ഐക്യം എന്നത് പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് രണ്ടാമത്തെ വലിയ ഇടത് പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. സ്വാഭാവികമായി CPIക്ക് അവരുടെ ആവശ്യം ന്യായമാണ് എന്ന നിലപാട് അവർ പങ്കുവയ്ക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അവർ തുടരുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ഇങ്ങനെ പിണറായി വിജയൻ നേരിട്ട് ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇനി ഈ വിഷയത്തിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ ഉപനേതാവ് പദവി നേരിട്ട് CPIഎമ്മിന് തന്നെയാണ് എന്ന നിലപാട് പങ്കുവച്ചത് ഒരു തരത്തിൽ നേതൃത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന നിലപാട് അവർക്കുണ്ട്. എന്താണെങ്കിലും MA ബേബിയുമായി D രാജ ഇക്കാര്യത്തിലൊക്കെ ചർച്ചകൾ നടത്താനൊക്കെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ പ്രകോപനം സംസ്ഥാനത്തുണ്ടായത്. പിണറായി വിജയന് പിന്നാലെ പല CPIഎമ്മിന്റെ നേതാക്കളും ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണമായി രംഗത്തേക്ക് വരികയും CPIയെ പൂർണ്ണമായും തള്ളുകയും CPI കൂടുതൽ പ്രകോപിതരാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ട്. എന്താണെങ്കിലും ഇത് ഇടതുപക്ഷ ഐക്യത്തിലടക്കം വിള്ളൽ ഉണ്ടാക്കുന്നതാണ്, അനവസരത്തിലാണ് എന്നാണ്
CPIM ദേശീയ നേതൃത്വ നിലപാട്. അക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അതേപടി തന്നെ അറിയിക്കുകയും ഇപ്പോൾ ഈ നേതാക്കൾ തുടരുന്ന ഈ പരസ്യ പ്രതികരണങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൂടെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ TP രാമകൃഷ്ണൻ ഈ വിഷയത്തിൽ നിന്നിപ്പോൾ ഇങ്ങനൊരു പ്രതികരണം നടത്തിയത് എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ടതായി വരും. എന്താണെങ്കിലും MA ബേബി ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡി രാജയുമായി ഈ കാര്യത്തൊക്കെ ചർച്ചകൾ നടത്തിക്കൊണ്ട് വീണ്ടും ചർച്ചകളുടെ ഒരു സമവായം ഉണ്ടാക്കുക എന്ന് തന്നെയായിരിക്കും ഇതിൽ CPIM ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. ഈ പദവി വിട്ടുകൊടുത്തില്ലെങ്കിൽ പോലും ചർച്ചകളിലൂടെ ഒരു സമവായം ഉണ്ടാക്കുക എന്നാണ് ലീഡർഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. ആ ക്വാളിറ്റിയിലേക്ക് എത്താൻ തന്നെയായിരിക്കും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ശ്രമിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മാധു. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.